ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. തിങ്കളാഴ്ചയാണ്. നമുക്ക് അത്യാവശ്യം ട്രേഡുകൾ കിട്ടിയിട്ടുള്ള ദിവസം തന്നെയാണ്. സെൻസസിന് നല്ല ട്രേഡുകൾ കിട്ടിയിട്ടുണ്ട്. സെൻസസിൽ അത്യാവശ്യം നല്ല രീതിക്ക് പോയിന്റ്സും കച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബാങ്കിൽ നമുക്ക് പോയിന്റ്സ് കച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിഫ്റ്റിയിലും പോയിന്റ്സ് കച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു സെൻസസിൻ്റെ ട്രേഡാണ് ഇത്. കണ്ടിന്യൂ ട്രേഡാണ്. അതായത് നമുക്ക് 169 എൻട്രി കിട്ടിയ ട്രേഡാണത്. 169 357 വരെയൊക്കെ പോയിട്ടുണ്ടത്. ഇത് നിഫ്റ്റി ട്രേഡാണ്. ഇത് നമുക്കൊരു 55 ട്രേഡ് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് ഈസി ആയിട്ടൊരു 145 വരെ പോയിട്ടുണ്ട്. ഇത് ബാങ്ക് നിഫ്റ്റി ട്രേഡാണ്, 50 പോയിൻറ്റിൻ്റെ. ഇത് സെൻസസ് ആണ്. പിന്നെയും അഗൈൻ വേറെ ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, 125 പോയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് എസ് പോയിട്ടുണ്ട്. നമുക്ക് തന്നെ ചെറിയ പ്രോഫിറ്റുകൾ വേറെയും വന്നിട്ടുണ്ട്. ഇത് ബാങ്ക് നിഫ്റ്റി 100 പോയിൻറ്റ് ഫുൾ ടാർഗറ്റാണ്. അപ്പോൾ അത്രയും ട്രേഡുകളാണ് നമുക്ക് കിട്ടിയേക്കണത്. ഇത് നിഫ്റ്റി സ്പോട്ട് ചാർട്ടാണ്. സ്പോട്ടിൽ നമുക്ക് റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് 22,198 മുകളിലേക്കൊക്കെ നിഫ്റ്റി പോവുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ട്രെൻഡ് തന്നെ പ്രതീക്ഷിക്കാം കേട്ടോ മാർക്കറ്റിൽ. നമുക്കുണ്ടായിരുന്ന ഇത്രയും സ്ട്രൈക്കുകളായിരുന്നു ട്രേഡ് ഉണ്ടായിരുന്നത്. ഇത് നിഫ്റ്റിയിലത്തെ ട്രേഡാണ്. 22,100 P 23 പോയിൻറ്റ് ക്യാച്ച് ചെയ്തതാണ് കേട്ടോ അത്. ഇത് ഒറ്റ സ്ട്രെച്ചിൽ 23 പോയിൻ്റാണ്. ജസ്റ്റ് സ്റ്റോപ്പ് ലോസ് എടുക്കാനാണ് ഞാൻ കയറ്റി വെച്ചു എന്നുള്ളൂ. ഇത് ബാങ്ക് നിഫ്റ്റി ട്രേഡാണ്. 48,300 P. ഇത് ഫുൾ ടാർഗറ്റാണ് കേട്ടോ. ഈസി ആയിട്ട് ബയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്ട് ചെയ്ത് ലിമിറ്റിൽ കിട്ടുന്ന ട്രേഡാണ് ഇത്. അത്യാവശ്യം എല്ലാവർക്കും ഫുൾ ടാർഗറ്റ് വരുന്ന ട്രേഡ് തന്നെയാണത്. ഇത് നമുക്ക് സെൻസസ് ഉണ്ടായിരുന്ന ട്രേഡാണ്. ഒരു 125 പോയിൻറ്റോളാണ് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റുകയാണത്. ബയേഴ്സ് ലോസ് ചെയ്യണോ സെല്ലേഴ്സ് റിജക്ട് ചെയ്യണോ ലിമിറ്റിലോ അല്ലെങ്കിൽ ഒരു വ്യത്യാസത്തിനോ എടുക്കുന്നു. നിങ്ങൾക്കൊക്കെയും സെൻസസ് ഒരു വ്യത്യാസത്തിന് കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ ആലോചിക്കുക ഇതിനെ. സെൻസസിലൊക്കെ നമുക്കറിയില്ല എന്താ വോളാറ്റിലിറ്റി എന്ന്. ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ല, എല്ലാവരും സെൻസസ് ട്രേഡ് ചെയ്യണതാണ്. അപ്പോൾ അതിലൊക്കെയും നമുക്ക് ഒരു വ്യത്യാസത്തിന് കിട്ടാന്ന് പറഞ്ഞാൽ വലിയ ഡിമാൻഡാണ്. ഇത് ഫുൾ ടാർഗറ്റ് അല്ല കേട്ടോ. നമുക്ക് 200 പോയിൻ്റാണ് സെൻസസിൽ ഫുൾ ടാർഗറ്റ്. ഇതൊരു 126 പോയിൻ്റാണ് മൂവ് ചെയ്തേക്കണത്. പക്ഷെ നല്ലൊരു പോയിൻ്റ് തന്നെയാണ്. 103 ഇത് ക്യാച്ച് ചെയ്തേക്കണത്. ഇതാണ് നമുക്ക് നിഫ്റ്റിയിലുണ്ടായിരുന്ന കണ്ടിന്യൂ ട്രേഡ്. അതായത് 22,150 സി സൈഡിക്ക് നിഫ്റ്റി മൂവ് തുടങ്ങിയപ്പോൾ നമുക്ക് വർഷന് കിട്ടിയ ട്രേഡാണത്. ഇത് ഒരു വ്യത്യാസത്തിന് എല്ലാവരും കിട്ടും. അതായത് 85 കിട്ടുന്ന ട്രേഡാണ്. ഇനി അവിടെ കിട്ടിയില്ലെങ്കിൽ 103.25 അവിടെ നമുക്ക് ലിമിറ്റിന് ഈ ട്രേഡ് പിന്നെയും ആക്ടിവേറ്റ് ആവുന്നുണ്ട്. 2 പൊസിഷൻ ഉണ്ട് ഈ ട്രേഡിന്. അങ്ങനെയാണ് പറയണത് കേട്ടോ ഞാൻ. ഇത് ആക്ച്വലി നല്ല പോയിന്റ് പോയിട്ടുണ്ട്. അത് കണ്ടില്ലേ, ഇതൊരു 70 പോയിൻറ്റ് മൂവ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ള ട്രേഡാണത്. നമ്മൾ 50 പോയിൻ്റാണ് സംസാരിക്കുന്നത് കേട്ടോ. നമ്മൾ 50 പോയിൻറ്റിൻ്റെ കാര്യമാണ് ഈ ട്രേഡിൽ സംസാരിക്കുന്നത്, ഫസ്റ്റ് ട്രേഡിൽ. പിന്നെ രണ്ടാമത് ഇനിയിപ്പോൾ ഇവിടെ ഈ ട്രേഡ് കിട്ടാത്തവർക്ക് ഈ ട്രേഡിൽ ആക്ടിവേറ്റ് ആകുമ്പോൾ ട്രേഡ് എടുക്കാം. അത് നമുക്ക് 50 പോയിൻ്റ് മൂവ്മെൻറ്റിന് കിട്ടിയാണ്. നിങ്ങൾ മാക്സിമം ഇത് ട്രെയിൽ ചെയ്തിട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്താൽ നല്ല രീതിക്ക് പ്രോഫിറ്റിക്ക് പോകുള്ളൂ. അല്ലാണ്ട് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ 50 പോയിൻറ്റ് കിട്ടട്ടെ എന്ന് വെച്ചിരിക്കേണ്ട വരും. മനസ്സിലായാലും ഇനി ഇടയ്ക്ക് ബുക്ക് ചെയ്ത് ഇറങ്ങുന്നവരുണ്ടാവും. എല്ലാവരും ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. ഇത് 48,400 C ഫുൾ ടാർഗറ്റ് വന്ന ട്രേഡാണത്. അതായത് ഇത് ലിമിറ്റിലേക്ക് വരാത്ത ട്രേഡാണ്. പക്ഷേ ഇതൊരു 10 രൂപ വ്യത്യാസത്തിന് കിട്ടുന്ന ട്രേഡാണ്. ബാങ്ക് നിഫ്റ്റിയിൽ 10 രൂപ വ്യത്യാസത്തിന് കിട്ടാതെ വലിയ ഡിമാൻഡ് തന്നെയാണ്. നമുക്കത് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. ഇത് 10 രൂപ മുകളിൽ തന്നെയാണ് ഇതിൻ്റെ ട്രേഡ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ 10 രൂപ അല്ലെങ്കിൽ 15 രൂപ മുകളിലാണ് നമുക്ക് ട്രേഡ് കിട്ടുള്ളൂ. അങ്ങനെ എടുത്തവരുണ്ടെങ്കിലാണ് 100 പോയിൻറ്റ് കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് സെൻസസിലുണ്ടായിരുന്ന ട്രേഡാണ്. 73,200 നോക്കുന്ന നേരത്തെ നിഫ്റ്റിയിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു വ്യത്യാസത്തിന് നമുക്ക് കിട്ടും, 2 വ്യത്യാസത്തിന് കിട്ടും. ഇനി ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ അടുത്ത എൻട്രി ഇവിടെ ഉണ്ട്. മനസ്സിലായില്ലേ, രണ്ടാമത്തെ എൻട്രിയാണ്. ഇതെല്ലാവർക്കും ലിമിറ്റഡ് വരുന്ന ട്രേഡാണ് രണ്ടാമത്തെ എൻട്രി എടുത്ത ആൾക്കാർക്കാണെങ്കിൽ 125 പോയിൻറ്റ് ഈസി ആയിട്ട് പോയിട്ടുള്ളൊരു ട്രേഡാണ്. ഇനി ഫസ്റ്റ് ട്രേഡ് തന്നെ ഹോൾഡ് ചെയ്യണവരുണ്ടെങ്കിൽ ഈസി ആയിട്ട് 190 പോയിൻറ്റ്, ഏകദേശം നമ്മൾ 1/5 അടുത്ത് തന്നെയാണ് ടാർഗറ്റ്. ഫുൾ ടാർഗറ്റും കിട്ടിയിട്ടുണ്ട് ഇതിൽ. അതായത് 73,200 C 200 പോയിൻ്റാണ് നമ്മൾ ടാർഗറ്റ്. 190 വരെ പോയിട്ടുണ്ട്. ഏതാണ്ട് ഫുൾ ടാർഗറ്റ് വരെ തന്നെ എത്തിക്കണത്. പിന്നെ നിങ്ങൾക്ക് കാണാമല്ലോ, ഇത് കൺസോൾട്ടേഷനായി അടിക്കുന്നത് അതേ പോയിൻറ്റിൻ്റെ ബേസിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ അവിടെ നിന്നാണ് പോയി എടുത്ത് അവിടെ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കുണ്ടായിരുന്ന ഇത്രയും ട്രേഡുകളാണ്. നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ ചെയ്യും. നമുക്ക് വലിയ മൂവ്മെൻ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പോൾ നിഫ്റ്റി ഉണ്ടല്ലേ, -5 ബാങ്ക് നിഫ്റ്റി -230. ഇതിൻ്റെ ഉള്ളിൽ ഇത്രയധികം ട്രേഡ് ഞാനിവിടെ പറയുന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം നിങ്ങൾ മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രം മതി. മനസ്സിലായില്ലേ, മാർക്കറ്റ് ട്രേഡിങ് പ്രോപ്പറായി കഴിഞ്ഞ് ഇത്രയും ട്രേഡുകളൊക്കെ കിട്ടും. മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ട്രേഡിക്കും എല്ലാ ഭാഗത്തേക്കും എടുക്കാം. സിക്കും ബിക്കൊക്കെ മാറി മാറിയിട്ട് എടുക്കാം. നമ്മൾ സ്പോട്ട് നോക്കി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരല്ല, നമ്മൾ സ്ട്രൈക്കിലാണ് എല്ലാ പൊസിഷൻസും ഫൈൻഡ് ഔട്ട് ചെയ്യണത്. മനസ്സിലായാലും അപ്പോൾ നിങ്ങൾക്കും അത് ശീലിക്കാം.
നിങ്ങളുടെ എന്തെങ്കിലും കൺസെപ്റ്റോ തിയറിയോ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കൺസെപ്റ്റിൽ വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് നോക്കി വെക്കാം. നമുക്കത് പ്രോഫിറ്റിക്ക് വരുന്നുണ്ടെങ്കിൽ പിന്നെ അടിപൊളിയാണുള്ള കാര്യങ്ങൾ. അതായത് ബയേഴ്സ് ക്യാൻഡിൽ ക്ലോസിങ്, അതായത് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ്, ബോഡി ക്ലോസിങ് കേട്ടോ ഞാൻ പറഞ്ഞ ലെവലിൻ്റെ മുകളിൽ വരണം. പിന്നെ റെഡ് ക്യാൻഡിൽ ബോഡി ക്ലോസിങ് ഞാൻ പറഞ്ഞ ലെവലിൻ്റെ മുകളിൽ തന്നെ ക്ലോസ് ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആവുള്ളൂ. അങ്ങനെ കിട്ടിയ ട്രേഡുകളാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാത്ത ട്രേഡും ഉണ്ട്. നമുക്ക് അത്യാവശ്യം കൺസൾട്ടേഷൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് അത്യാവശ്യം മൂവ്മെൻറ്റ് മാർക്കറ്റ്, ഇപ്പോൾ ഈ മാർക്കറ്റല്ല എല്ലാ മാർക്കറ്റും തരും കേട്ടോ. കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് വരുന്നുണ്ടെന്ന് തന്നെ അർത്ഥം. അങ്ങനത്തെ മൂവ്മെൻറ്റ് കിട്ടിയിട്ട് അത്യാവശ്യം പ്രോഫിറ്റ് എന്ന ട്രേഡുണ്ട്. അതൊന്നും അവിടെ സംസാരിക്കുന്നില്ല ഞാൻ. നമുക്ക് കണ്ടീഷൻ ആക്ടിവേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ സംസാരിക്കാൻ പറ്റുള്ളൂ. നമ്മളങ്ങനെയാണ് ശീലിപ്പിച്ചാണെന്ന് എല്ലാവരും മനസ്സിലായാലും. മറ്റേതും ചാടിക്കയറി എടുക്കണോണ്ട് തെറ്റൊന്നുമില്ല. അതായത് കൺസൾട്ടേഷൻ കഴിഞ്ഞ് സീലിക്കോ പീലിക്കോ ക്യാൻഡിൽസ് കയറി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധി കുറഞ്ഞ് വെച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് ഞാൻ അവിടെ പ്രോത്സാഹിപ്പിക്കണമൊന്നുമില്ല. നിങ്ങൾക്കത് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ട്രേഡ് ചെയ്ത് പഠിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ലെവൽസിൻ്റെ മുകളിൽ തന്നെ വരണം, എന്നാലാണ് അവിടെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും കൺസൾട്ടേഷൻ, അതായത് മാർക്കറ്റ് റേഞ്ചിൽ നിന്ന് അങ്ങനെ നിൽക്കണത്. അപ്പോൾ ഏത് പ്രൈസിൻ്റെ ഇപ്പോൾ ഇന്ന് ഫുൾ ടൈം റേഞ്ചിങ് ആണെന്ന് വയ്ക്കും. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും, ഏത് പ്രൈസിൻ്റെ മുകളിലേക്ക് കയറിയാലാണ് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുക. ഫുൾ റേഞ്ചിങ്ങിലാണ്, നമുക്കാണെങ്കിൽ മൂവ്മെൻറ്റ് കിട്ടും വേണം. അങ്ങനത്തെ ഒരു പ്രൈസാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ. നിങ്ങൾക്ക് ഈ പ്രൈസിൻ്റെ മുകളിൽ പോയാലാണ് ട്രേഡ് കിട്ടുള്ളൂ. അതാണ് അവിടുത്തെ ഒരു സംഭവം. ഇത് നോക്കുക, അതായത് ഇതൊരു 22,100 പി ആണ് കേട്ടോ. 22,100 പി. ഇത് ഞാൻ കൊടുത്താണ് ഡേ ഹൈ ആണ്. നമുക്കൊരു ടിപ്പാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, നമ്മൾ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ അടിയിലേക്ക് വന്നു, മാർക്കറ്റ് അടിയിലേക്ക് അത്യാവശ്യം വീർച്ചയായി. പിന്നെ തിരിച്ച് കയറുന്ന സമയത്ത് ഈ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സെല്ലേഴ്സ് ക്യാൻഡിൽ നോക്കിയിട്ട് മേടിക്കാം. അപ്പോൾ തിരിച്ച് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ മേടിക്കാം. അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ കണ്ടോ നിങ്ങൾ, അതായത് ഈ ഒരു ഏരിയ, ഇത്രയും ഏരിയ, ഇത് കൺസോൾട്ടേറ്റ് ചെയ്യുന്ന ഏരിയ, മനസ്സിലായില്ലേ. ഈ കൺസോൾട്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റിൽ പുഷ് നടക്കും. നമ്മൾ ഈ സെല്ലേഴ്സ് ക്യാൻഡിൽ കിട്ടിയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന നമുക്ക് നമ്മുടെ റേഞ്ചിൽ തന്നെ കിട്ടിയാൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മൂവ് നടക്കും. ഇതേപോലത്തെ ഇതിപ്പോൾ പി ആണ്. അതേപോലെ തന്നെ സി നിങ്ങൾ നോക്കി വയ്ക്കുക. എന്നിട്ട് ഇങ്ങനത്തെ വലിയ വലിയ ക്യാൻഡിൽസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് ചാടിക്കറി എടുക്കാം എന്നാണ് ഞാൻ പറയണത്, മനസ്സിലായില്ലേ. ഇവിടെ ഒരു സെല്ലേഴ്സ് ക്യാൻഡിലുണ്ട്. നമ്മുടെ തീരൊക്കെ വർക്ക് തന്നെയാണ്, പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. വ്യത്യാസം നമ്മൾ നോക്കുക. അതായത് 107 ഞാൻ 90 അടിക്കാൻ പറഞ്ഞിട്ട് ട്രേഡാണ്. ഇപ്പോൾ 20 പോയിന്റ് വ്യത്യാസം നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്ക് ഇഗ്നോർ ചെയ്യേണ്ട വരും അങ്ങനത്തെ ഓരോ ട്രേഡുകളൊക്കെ, മനസ്സിലായില്ലേ. പക്ഷേ അവിടുന്ന് സെല്ലേഴ്സ് ക്യാൻഡിലായിട്ട് പിന്നെയും മുകളിലേക്ക് നന്നായിട്ട് പോയിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് നമുക്കൊരു ട്രേഡ് കിട്ടും. ഏതെങ്കിലും ഒരു പിയിലേക്കോ സിയിലേക്കോ നല്ല ബിഗ് ക്യാൻഡിൽസ് വരും. അതായത് ബയേഴ്സിൻ്റെ ക്യാൻഡിൽ ക്ലോസിങ് ചെയ്യണത് കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ക്യാൻഡിൽസ്, റേഞ്ചിങ്ങിൽ നിന്നിട്ട് തിരിച്ചു വരുമ്പോഴുള്ള ക്യാൻഡിൽസ്. അവിടെ കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. ഞാൻ പേഴ്സണലി അത് റെക്കമെൻഡ് ചെയ്യണില്ല, അങ്ങനെ ട്രേഡ് എടുക്കാമെന്ന് പറയും ഞാൻ. അപ്പോൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിന്നിട്ട് പഠിച്ചിട്ട് ചെയ്യുക, ഒരു സ്റ്റഡി നടത്തുക. ഗ്രൗണ്ട് സ്റ്റഡി എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു 4 കൊല്ലം 5 കൊല്ലം 10 കൊല്ലത്തിൻ്റെ മുകളിൽ നമ്മൾ മാക്സിമം നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ സസ്റ്റെയിൻ ചെയ്യലാണ് ഏറ്റവും വലിയ പണി. ട്രേഡിങ് കൊണ്ട് എല്ലാവരും വരും. ബിഗിനേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും. ചിലപ്പോൾ ഇന്ന് കേൾക്കുന്ന ആൾക്കാരുണ്ടാവും ട്രേഡിങ്ങിനെ കുറിച്ചിട്ട്, മനസ്സിലായില്ലേ. അവർക്ക് നാളോട്ട് പ്രോഫിറ്റ് എടുക്കുക എന്നുള്ള മെൻറ്റാലിറ്റിയാണ്. കാര്യം നടക്കായികയൊന്നുമില്ല. നിങ്ങൾ ഇന്ന് പഠിച്ചാലും മതി, നാളെ പഠിച്ചാലും മതി. പക്ഷേ എന്ന് വെച്ചാൽ നിങ്ങളത് പ്രോപ്പറായിരിക്കണം കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റണം. ഇതൊരു കാശുണ്ടാക്കാനുള്ളൊരു മാർഗ്ഗം മാത്രമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വാനിഷ് ഔട്ട് ആവും, മനസ്സിലായില്ലേ. നിങ്ങൾ പ്രോഫിറ്റ് മാത്രം ലക്ഷ്യം വെച്ചിട്ട് വരരുത്. അതാണ് മെയിൻ സംഭവം. അതായത് ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രത്യേകിച്ച് ഓപ്ഷൻസിൽ നിങ്ങളൊരു ഇൻവെസ്റ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോയാൽ മതി, മനസ്സിലായില്ലേ. പക്ഷേ ഓപ്ഷൻസിൽ സസ്റ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അത്യാവശ്യം പ്രോഫിറ്റ് ഉള്ള നേരത്ത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റണം. നല്ല രീതിക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റണം. നല്ല ക്ഷമ വേണം. നിങ്ങൾ ട്രേഡ് എടുത്തു, പ്രോഫിറ്റായി ലോസായി വിൽക്കുക, അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റ് ഉണ്ട് വിൽക്കുക, ചെറിയ ലോസ് കൊണ്ട് വിൽക്കുക, കാര്യമില്ല, മനസ്സിലായില്ലേ. അതാണ് സസ്റ്റെയിൻ ചെയ്യില്ല അവിടെ ഒന്നും. എപ്പോഴും പ്രോഫിറ്റ് ഇടുന്ന നേരത്ത് നിങ്ങൾ ഹ്യൂജ് പ്രോഫിറ്റ് തന്നെ എടുക്കാൻ നോക്കുക. നിങ്ങൾ പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ കേട്ടോ. അത് ഞാൻ കാര്യമായിട്ടാണ് പറയണത്. ഞാൻ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക. നമ്മൾ പ്രോഫിറ്റ് ഇടുന്ന നേരത്ത് ചെറിയ പ്രോഫിറ്റ് എടുക്കാൻ തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ലോസ് വരുന്ന നേരത്ത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. നിങ്ങൾ ലോസ് ഇഷ്ടം പോലെ എടുത്തുകൊണ്ടിരിക്കും. അതായത് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇടില്ല. ലോസ് ഇങ്ങനെ പിടിക്കാൻ വേണ്ടി മെനക്കെട്ടിരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ട്രേഡിംഗ് ഒക്കെ വർക്ക്.
അതാണ് അതിൻ്റെ അടുത്തൊരു സെറ്റപ്പ്. ചിലവർ നമുക്ക് ഡി എം ഐക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ ലോസ് ഉണ്ട്, 4-5 മാസമായി ചെയ്യണു, ലോസായി 4-5 മാസമായിട്ട് എന്ത് ചെയ്യണു? അതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ട്രേഡർ ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇപ്പോൾ സപ്പോസ് എൻ്റെ കാര്യമല്ല, ഞാൻ നിങ്ങളുടെ കാര്യം പറയാം. നിങ്ങളൊരു പെർഫെക്റ്റ് ട്രേഡറായി നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഘട്ടം ഏതാണെന്നറിയോ? നിങ്ങൾക്കിത് ഇങ്ങനെ എടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഈ ട്രേഡിംഗ് വ്യൂവിനെ നോക്കുക. നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിലേക്ക് നോക്കുക. നമുക്ക് നിഫ്റ്റി ഇപ്പോൾ 22,100 നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പോയിട്ട് 22,100 അടിക്കുകയാണ്. നമ്മൾ സ്ട്രൈക്കിലാണ് ചെയ്യേണ്ടത് കേട്ടോ. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. നിങ്ങൾ സ്ട്രൈക്കിലേക്ക് വന്നാലാണ് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. നമ്മൾ 22,100 അതെടുത്തു. ഈ ഒരു ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റണം എവിടെ നിന്നാണ് ബൈ എടുക്കാൻ പറ്റണ്ടേന്ന്. മനസ്സിലായില്ലേ? എന്നാലേ നിങ്ങൾ പെർഫെക്റ്റ് ട്രേഡർ ആവുള്ളൂ. നിങ്ങൾ രാവിലെ അനുസരിച്ച് നോക്കിക്കോ. നിങ്ങൾ ഇങ്ങനത്തെ ഒരു സ്ട്രൈക്ക് എടുക്കുക, എന്നിട്ട് ഇതിലെവിടെയാണ് ബൈ ചെയ്യേണ്ടത് നിങ്ങൾ നോക്കുക. നിങ്ങൾ രാവിലെ എണിച്ചിട്ട് ഈ സ്ട്രൈക്ക് ചാർട്ടൊക്കെ എടുത്തിട്ട് നിങ്ങൾ നോക്കുക. എന്നിട്ട് അതിൽ ബൈയിങ് പ്രൈസ് എവിടെയാണ്, എങ്ങനെയാണ് ഇത് ബൈ ചെയ്യാൻ പറ്റുക എന്നൊക്കെ നിങ്ങൾ നോക്കുക. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. നിങ്ങൾ സ്ട്രൈക്ക് മാത്രം നോക്കുക. അപ്പോൾ നിങ്ങൾ സ്ട്രൈക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ട്രേഡ് എടുക്കാൻ പറ്റണം. ഈ സ്ട്രൈക്ക് ചാർട്ട് നോക്കിയിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ എന്ന് പറ്റണു. ട്രേഡ് എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ബൈയിങ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റണു. നിങ്ങൾക്കൊരു ബൈയിങ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റി, അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ട്രേഡിങ്ങിൽ സക്സസ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്ട്രൈക്ക് നോക്കിയിട്ട് ബൈയിങ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റണം നിങ്ങൾക്ക്. അപ്പോഴാണ് നിങ്ങൾ സക്സസ്ഫുൾ ട്രേഡർ ആവുള്ളൂ. അതുവരെ നിങ്ങൾ സ്ട്രഗ്ലിങ് തന്നെയാണ് കേട്ടോ. അത് ജസ്റ്റ് പറയാൻ തോന്നി, അതുകൊണ്ട് പറഞ്ഞാണ് കാര്യങ്ങൾ. എല്ലാവരും പ്രോ ട്രേഡറൊക്കെ ആവാൻ വേണ്ടി വരും. ചിലർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല, ചിലർക്ക് ലോസുകൾ കാണുമ്പോൾ പേടിയാണ്. മനസ്സിലായില്ലേ? ക്യാപിറ്റൽ പോവാണ്. അങ്ങനെയൊക്കെ ആവുന്ന ആൾക്കാർ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഒരു സ്ട്രൈക്കിൽ നിന്ന് ഒരു ബൈയിങ് പ്രൈസ് കണ്ടുപിടിക്കേണ്ടത്? അതാണ് നമുക്ക് അറിയേണ്ട ഏറ്റവും വലിയ കാര്യം ഇതിൻ്റെ ഉള്ളിൽ, ട്രേഡിങ്ങിനുള്ളിൽ. അതറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ സ്പോട്ട് നോക്കി ട്രേഡ് ചെയ്തിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? സ്പോട്ട് നോക്കി ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻഡിൽസ് കുറേ മൂവ്മെൻ്റൊക്കെ സ്പോട്ടിൽ നടത്തും. അതിന് മാത്രമുള്ള മൂവ്മെൻറ്റ് നമുക്ക് പ്രൈസിൽ കിട്ടില്ല, സ്ട്രൈക്കിൽ കിട്ടില്ല. നിങ്ങൾ സ്ട്രൈക്ക് നോക്കിയിട്ട് ട്രേഡ് എടുക്കുക. മനസ്സിലായില്ലേ? സ്ട്രൈക്കിൽ പർട്ടിക്കുലർ പ്രൈസിൻ്റെ മോളിലേക്ക് വരുമ്പോൾ മാത്രം ട്രേഡ് എടുക്കാൻ പഠിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു മൂവ്മെൻറ്റ് അവിടെ കിട്ടും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയണതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലാത്തവർക്ക് വിടാം. ബാക്കി ഐഡിയകൾ, ബാക്കി തിയറികൾക്കൊക്കെ നിങ്ങൾക്ക് പോവാം. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. നാളെ ചൊവ്വാഴ്ചയാണ് അടിപൊളി ട്രേഡുകളൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിക്കണം. പിന്നെ എൻ്റെ ഫ്രീ ടെലിഗ്രാം ചാനലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അതിൽ ഫ്രീ കോഴ്സൊക്കെ കൊടുക്കുന്നു. നിങ്ങളുടെ തിയറികളും കാര്യങ്ങളൊക്കെ അതിൽ അപ്ലൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ തന്നെ പ്രൈസിൻ്റെ മുകളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു കൺഫർമേഷനൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ പേപ്പർ ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ നോക്കിയിരിക്കുക, എന്തെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ അടിപൊളി വീഡിയോ ആയിട്ട് മീറ്റിംഗ് കാണാം. അതുവരെയ്ക്കും ഓക്കെ.